എങ്ങനെയായിരുന്നു അമ്മ ഈ എന്താ അമ്മയുടെ ഹീറോ, ലൈഫിലെ ഹീറോ പുള്ളിയായിട്ടുള്ളൊരു ഓണം മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ അമ്മയ്ക്ക് പുള്ളിയായിട്ടുള്ള ഓണം വിശേഷം? എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വാസിയണ്ണ വന്നതിന് ശേഷം എൻ്റെ വീട് എന്നും ഓണമായിരുന്നു. എൻ്റെ വീട് വർഷത്തിൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ വീട്ടിൽ ഒരു ചിക്കൻ വയ്ക്കുക ഒരു പായസം വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ വാസിയണ്ണൻ എന്നെ കൈപിടിച്ചുയർത്തിയത് മുതൽ ഞങ്ങളെ വീട്ടിൽ എന്നും ഓണമായിരുന്നു. ഞങ്ങൾ ഈ ഓണക്കാലത്ത് ഉത്സവമില്ലേ, ഞങ്ങൾ ഈ മണ്ഡപത്തിൽ 10 ദിവസം കൂടെ ഉത്സവമുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും. ഞങ്ങൾ ഇവിടെ കണ്ട് അവിടെ കണ്ട് ഇവിടെ കണ്ട് കനകക്കുന്ന് കൊട്ടാരം വഴി ഞങ്ങൾ കറങ്ങി ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കഴിക്കും. അപ്പം ചിലപ്പോൾ എന്നോട് പറയാം, നമുക്ക് ഇവിടെ പോയാലോ, നമുക്കേ കുട്ടനാട് അവിടെ പോയി നല്ല താറാവ് ഇറച്ചി കിട്ടും, നമുക്ക് ഹൗസ് ബോട്ട് മറ്റേ ബോട്ട് യാത്ര, അതിനകത്തുള്ള സൂപ്പർ യാത്രകൾ, ഇങ്ങനെയൊക്കെ പറയും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് എവിടെ പോകണോ, വെളിയിലല്ല കേരളത്തിനകത്തുള്ളത്. ഞങ്ങൾ അന്നൊരു സിനിമ കാണാൻ പോകുന്നു, ഞങ്ങൾക്ക് ആഘോഷമാണ്. എൻ്റെ മക്കൾക്ക് ഞങ്ങളെല്ലാവരും കൂടെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഒരാൾ ടിക്കറ്റ് എടുക്കുക, ആദ്യം ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളിൻ്റെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ പറയും ഇല്ല ഞങ്ങൾക്കിപ്പോൾ 3 എണ്ണം എടുക്കാറുണ്ട്, ഞങ്ങൾക്ക് നേരത്തെ കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ പറയും. അങ്ങനെയുള്ള സിനിമാ തിയേറ്ററുകളിലുള്ളിടത്ത് ഞാൻ 4.5 വർഷം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ബോർഡ് മെമ്പറായിട്ടിരുന്നു. ബോർഡ് മെമ്പറായതിനു ശേഷം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആദരവോടുകൂടി കൊണ്ടുപോകേണ്ടത്, നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ഇത്ര നല്ല പ്രഗത്ഭരായ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമുക്ക് അവരോടൊപ്പം ഇരിക്കാനും ആ വേദി പങ്കിടാനും പറ്റി. അതൊരു യോഗമല്ലേ? അത് ഉറപ്പായിട്ടും. അതുപോലെ തന്നെ എല്ലാ ഡയറക്ടർമാരുടെയും ഫാസിൽ സാറ്, സത്യനന്ദിക്കാട്, കെ മധു, എല്ലാവരുടെയും തമിഴിലും തെലുങ്കിലും ഒക്കെ എത്രയോടെ വലിയ വലിയ ഡയറക്ടർമാരെ കൂടെ ഒരു സീനെങ്കിലും എനിക്ക് അഭിനയിക്കാൻ പറ്റി. നടന്മാരെ കൂടെ അതുപോലെ തന്നെ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും പാർവതി, ജയറാം എന്ന് പറയേണ്ട, ഏറ്റവും കൂടുതൽ ജയറാമിൻ്റെ അമ്മയായിട്ട് ഞാൻ ചെയ്തു, അഭിനയിച്ചു. പിന്നെ സീരിയലിലൊക്കെ ഒരുപാട് കോമഡി വേഷങ്ങൾ. ഇപ്പം എനിക്ക് ചെയ്യാൻ കോമഡി വില്ലത്തിയായിട്ട് ചെയ്തതിന് കയ്യും കണക്കില്ല. എത്ര മരുമക്കളെ തലമുടിക്ക് കുത്തിപ്പിടിച്ചു അവരെ അടിക്കുന്നതും തെറി പറയുന്നതും ഒക്കെ പണ്ടേ അങ്ങനെയായിരുന്നു. അമ്മായിയമ്മയെ മോളും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. ഇപ്പൊ അമ്മായിയമ്മയൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് പട്ടുസാരിയൊക്കെ ഉടുത്ത് ഭയങ്കര മോഡേൺ ഒക്കെ ആയിട്ട് ആഭരണം ഒക്കെ ഇട്ടിട്ട്. തൊട്ട് മുമ്പ് വരുന്നതിന് മുമ്പ് പൊന്നമ്മ ബാബുവായിട്ട് സംസാരിച്ചു. ഞങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പൊന്നമ്മ ബാബുവായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ചാനൽ നമ്മൾ വീഡിയോ കൊടുക്കാൻ, ചാനലിന്റെ വീഡിയോ മാത്രമല്ല ആശംസ വീഡിയോ. ചാനലിന്റെ നിങ്ങളെ വീഡിയോയ്ക്കൊക്കെ വേറെയാണ് കാര്യം, അവരെ പെർമിഷൻ വേണം. അല്ലാന്നുള്ളൊരു കുഞ്ഞിന്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നു, അതിന് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു എമൗണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാം, ഞങ്ങളുടെ ചാരിറ്റി ഫണ്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് എടുക്കാനല്ല, ചാരിറ്റിക്ക്. ഞങ്ങൾ ഒരുപാട് പേര് നമ്മുടെ സംഘടന, സിനിമയും TV കാരും പിന്നെ അവരുടെ ഇതില്ല. ഞാൻ ദിവസം 2 എണ്ണം 10 പൈസ പോലും വാങ്ങിക്കാതെ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ 60-ാം പിറന്നാൾ, കൊച്ചിൻ്റെ 5-ാം പിറന്നാൾ, അവരുടെ വീടിൻ്റെ പാല് കാച്ചിന് ഒക്കെ കൊടുക്കും. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ മക്കളെ, നമ്മുടെ ഒരു ശബ്ദം കൊണ്ട് ഇത് കൊടുത്തതിന് എങ്ങനെയാണ് ഇതിന് വില പറയണത്, കാശ് ചോദിക്കണേ. പക്ഷേ അങ്ങനെ ചെയ്യണമെന്നാണ് സംഘടന. ഇത് കള്ളത്തരമല്ലല്ലോ. ഇത് നമ്മുടെ അവർ കാണുമല്ലോ, ആരെങ്കിലുമൊക്കെ കാണൂല്ലേ. അപ്പോൾ അവർ അങ്ങനെയാണ് ഇപ്പോൾ വയ്ക്കുന്നത്. നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുക്കണമെങ്കിൽ നമ്മൾ അവർക്ക് ഇങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ ഞാനെല്ലാം സന്തോഷവും സൗഹൃദമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്തിടാമല്ലോ. ഇല്ല, ഞങ്ങളിപ്പോ ഇതിൽ തന്നെ അല്ല, ഞാൻ പറയാണ്, ഞാൻ മാന്യമായിട്ടും ഒരു പക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കും 1 മാസം 5-6 ദിവസമെങ്കിലും ഒക്കെ പണിയുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചുമക്കളുമായിട്ട് ഇരിക്കും. എൻ്റെ ബോംബെയിലുള്ള മകളെടുത്ത് ഓടിയെത്തും. അമ്മ ഇപ്പം ഇത്രയും വർഷമായിട്ട് സിനിമ സീരിയൽ ഇങ്ങനെ എല്ലാം ഇല്ലേ, അമ്മയ്ക്ക് അതിലൊരു എന്താ പറയുക, എനിക്ക് അത്രത്തോളം എൻ്റെ മാക്സിമം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഇതുവരെയെങ്കിലും? അങ്ങനെയൊന്നുമില്ല മക്കളെ, എന്താന്ന് പറയാ, സ്പേസ് കിട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ പറയുവാണെങ്കിൽ ഇപ്പൊ സിനിമയിൽ വലിയ ഭയങ്കരമായ വേഷങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് എന്നെ പോലെ ഞാൻ മാത്രമല്ല, എന്നെ പോലെ ഒരുപാട് അമ്മമാരുണ്ടല്ലോ, അവർക്കൊക്കെ ഇപ്പം എനിക്ക് KPSC ലളിത ചേച്ചി നാമരത്തിലൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അവരഭിനയം. സുമാരി അമ്മയുടെ അഭിനയം, അതുപോലെ ഫിലോമന അമ്മ, അതുപോലെ ഒരു കലാകാരികളൊക്കെ ഇനി എത്ര കാലം കാത്തിരിക്കണം അതുപോലെ റോള് നമുക്ക് കിട്ടാൻ. അതുപോലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കുതിരവട്ടം പപ്പു, മാള അരവിന്ദേട്ടൻ,
പിന്നെ പഴയ ഒരുപാട് കലാകാർ, നികത്താനാവാത്ത കലാകാരന്മാരും കലാകാരികളും നമ്മൾ വിട്ടുപോയി. പക്ഷെ അവരൊക്കെ ചെയ്ത കഥാപാത്രങ്ങളെ കാണും, ദൈവമേ ഇതിൻ്റെ നമുക്ക് അഭിനയിക്കാൻ കഴിവുണ്ട്, കഴിവില്ല എന്നല്ല, അങ്ങനെയുള്ള വേഷങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ സീരിയലിൽ ഞാൻ ഒരുപാട് വേഷം ചെയ്തു. സീരിയലിൽ ഞാൻ ഒരുപാട് ചട്ടമ്പിയായിട്ടും ചാരായം വിൽക്കണവളായിട്ടും പോലീസുകാരിയായിട്ടും അമ്മൂമ്മയായിട്ടും മുത്തശ്ശിയായിട്ടും പിന്നെ മരുമകളെ അടിനാവിക്ക് ചവിട്ടി കൊടുക്കണതായിട്ടൊക്കെ എന്തോരം അഭിനയിച്ചു. ഇനി എനിക്ക് താല്പര്യമായിട്ടുള്ള ഒരു സംഭവം, ഒരു ഡ്രീം ആയിട്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യണം, ഇങ്ങനെ റോള് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും? അങ്ങനെ ഒരു സ്വപ്നമൊന്നുമില്ല മക്കളെ. എന്നാലും എന്തെങ്കിലും ഒരു അങ്ങനെയല്ല, ഇനി എന്താ ചെയ്യാനുള്ള? എൻ്റെ ഈ പ്രായത്തില് എന്നെ ഇപ്പോഴും ആളുകൾ എന്നെ വിളിക്കുന്നു, ഉദ്ഘാടനത്തിന് പോകുന്നു, അമ്പലങ്ങളിൽ പൊങ്കാല നേർച്ചയ്ക്ക് വിളിക്കുന്നു എന്നെ. അതൊക്കെ എന്നെ അവർ സ്നേഹിക്കുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ ജനങ്ങൾ സ്നേഹിക്കുക. ആരെങ്കിലുമൊക്കെ അപവാദങ്ങളൊക്കെ പറയുമ്പോൾ പാവം കാലടി ഓമൻ ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ, അവരങ്ങനെ ആർത്തിയുള്ളൊരു സ്ത്രീയൊന്നുമല്ല, പാവം അവരെ അങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറായിട്ടൊന്നും. എല്ലാം ചെയ്തു മക്കളെ. ഞാൻ ചാരായക്കാരിയായിട്ട് നിന്ന് ഈ കൈലിയൊക്കെ പൊക്കി ഉടുത്ത് ഇങ്ങോട്ട് കെട്ടി, പിന്നെ ഒരു തോർത്ത് പകുതി ഇട്ട് പകുതി വയറൊക്കെ പുറത്ത് കാണിച്ച് ചാരായം ഒഴിച്ചു കൊടുക്കുന്നു. എൻ്റെ പെൺകുട്ടികൾ കൂടെ നിന്ന് അത് കൊടുക്കുന്നു. അതിൽ ഒരുത്ത അവളെ ഒരുമാതിരി നോക്കുന്നു. ഒരു വശപ്പശക്കുള്ളൊരു കഥാപാത്രം. അത് ഞാൻ അഭിനയിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പഠിപ്പിക്കുന്ന കുട്ടികളെ കണ്ടിട്ട് എന്നിട്ട്, ഭാസ്കര സാറേ ഞങ്ങൾ കണ്ടു കേട്ടാ ഇങ്ങനെ. അപ്പോൾ അവർ സാറ് ചോദിച്ച് എന്താണ്? അല്ല 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 അവർക്ക് പറയാൻ ഞാൻ മാരകമായ എന്തോ ഒരു കുറ്റം ചെയ്തു പോലെ. ഉടനെ എൻ്റെ ചേട്ടൻ, എൻ്റെ വാസിയാണ്ടൻ ചോദിച്ചു, അത് അവൾ അഭിനയിക്കണതല്ലേ, അവൾ എൻ്റെ ഭാര്യയല്ലേ, അവൾ എൻ്റെ ഓമനയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മനസ്സിനകത്ത് ഞാൻ ചാരായക്കാരിയായിട്ടാണ്. അതാണ് അന്ന് അങ്ങനെ ചിലർ അങ്ങനെ കാണുന്നവരുണ്ട്. പിന്നെ ചിലർ പറയും, നമ്മുടെ അടുത്ത് പറയും, ഞാൻ അതിലെ കഥാപാത്രം ഞാൻ എഴുതി ചേർന്ന് പോയി, കുറച്ച് നേരത്തേക്ക് എനിക്ക് ശ്വാസമില്ല കേട്ടോ, ഞാൻ കഥാപാത്രം. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇപ്പം നമ്മളടുത്ത് ഓടി വന്നു, കുഞ്ഞ് താഴെ വീണു, കൊച്ചിനെ എടുത്ത് കുലിക്ക്, ഈ മക്കൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിയോടാ ചക്കരെ? ഒന്നുമില്ലല്ലോടാ, കുഴപ്പമില്ലല്ലോ, കൈപൊക്കി മക്കളെ, കൈപൊക്കി എടുത്ത് നമ്മൾ. അപ്പം ഞാൻ പറയണം, ആ കൊച്ച് വീണത് തന്നെ എൻ്റെ മനസ്സിൽ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സീൻ ചെയ്യാൻ പറ്റുമോ? അതില്ല. അങ്ങനെ അതൊക്കെ ചുമ്മാതാ മക്കളെ. പിന്നെ കഥാപാത്രം ഉൾക്കൊള്ളണം. നമ്മളിപ്പോൾ അഭിനയിക്കുമ്പോൾ ഒരു മരണ സീനൊക്കെ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ കല്യാണത്തിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന, അതൊക്കെ നമ്മൾ ശാല സന്തോഷമായിട്ട് ഉൾക്കൊണ്ട്. ഒരു മരണ സീൻ എടുക്കുമ്പോൾ നമ്മളിപ്പുറത്ത് കളിയും ചിരിയും പറഞ്ഞുകൊണ്ട് ഇന്നോട്ട് നമുക്ക് അത് ഓടിപ്പോയി എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള ഇതേ ഉള്ളൂ. ഒരുപാട് ഇപ്പം എനിക്ക് തോന്നുന്നു അമ്മ ഇപ്പം പറഞ്ഞതിൽ തന്നെ അമ്മ ചട്ടമ്പിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മരുമോളെ കുത്തിന് പിടിക്കുന്നുണ്ട് ചെയ്തിട്ട്. അപ്പം ഞാനൊരു സംഭവം ഇപ്പൊ പറഞ്ഞ അമ്മ പെട്ടെന്ന് ആ ഒരു ക്യാരക്ടർ ചെയ്ത് കാണിക്കാവോ? ഇപ്പൊ മരുമോള് വെച്ചൊരു ഫുഡ് കൊള്ളില്ല, അത്ര ശരിയായില്ല. അപ്പൊ അമ്മ എങ്ങനെയായിരിക്കും മരുമോളുടെ അടുത്ത്? മരുമകളെയും ചിലപ്പോ എനിക്ക് ഇഷ്ടമില്ലാത്ത, മരുമോളെ ചിലപ്പോ എനിക്ക് ഇഷ്ടമല്ല, മകനെ ഇഷ്ടം, അവന്റെ ഭാര്യ അത്ര താല്പര്യമില്ല, ഫുഡൊന്നും അത്രയില്ല. എന്തോന്നടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഇത് മനുഷ്യന് വായി വെക്കാൻ കൊള്ളാമോ? അവളെ അമ്മ നിന്നെ എങ്ങനെയാണോ വീട്ടിൽ പഠിപ്പിച്ച് വിട്ടെ? നാശം പിടിച്ചവളെ. എടാ നോക്കടാ, നിന്റെ ഭാര്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരം, എടാ ഇതിന് ഉപ്പോ പുളിയോ എരിവോ എന്തെങ്കിലും ഉണ്ടാ? അവളെ അമ്മമ്മയുടെ കോപ്പുണ്ടാക്കി അതുപോലെ ഒരു പാവ ഒരു അമ്മായിയമ്മയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു അമ്മയാണെങ്കിലോ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഒരു പാവം മകള് വീട്ടില് ഭയങ്കരമായിട്ട് ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് അമ്മയുടെ അടുത്ത് വന്ന് പറയുവാണ് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പൊ മകളുടെ വിഷമത്തിൽ എങ്ങനെയായിരിക്കും തിരിച്ചു വന്നു എന്നുള്ളൊരു സംഭവത്തിൽ എങ്ങനെയായിരിക്കും അമ്മയുടെ ഒരു? അതിപ്പോ എൻ്റെ മകള് വന്ന് പറയാണ്, അമ്മ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല അവിടെ ചെന്നപ്പോഴും. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചു എൻ്റെ അമ്മ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ സ്വർണ്ണം ഇട്ടതും കെട്ടിച്ച് വിട്ടതും നമ്മളെ. പക്ഷെ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒന്നുമല്ല, ഭയങ്കര അവരെ. അപ്പോൾ ഈ അമ്മ അങ്ങ് ഞെട്ടിപ്പോവും പെട്ടെന്ന് കേൾക്കുമ്പോൾ. അവർ സങ്കല്പിക്കാത്ത ഒറ്റ മകനുള്ള ഒരു വീട്ടിൽ മകളെ കെട്ടിച്ച് വിട്ടതാ. അപ്പോൾ എൻ്റെ ഒരുപാട് വേദനിക്കും. അപ്പം ഞാൻ പറയാം, സാരമില്ല മക്കളെ, ഇതെല്ലാം അച്ഛൻ മുകളിൽ നിന്ന് കാണുന്നുണ്ട്, അച്ഛൻ നിങ്ങളെ അനുഗ്രഹിക്കും, മക്കൾ അഡ്ജസ്റ്റ് ചെയ്യുക. വിവാഹ ജീവിതമല്ലേ മക്കളെ, ഒരുപാട് തരണം ചെയ്യണം. മക്കൾ നീ ഒരുപാട് അവരോട് സ്നേഹിക്കുക, ദൈവത്തോട് അടുക്കുക. അല്ലാതെ അവരെ കുറ്റം ഭർത്താവിനോട് തലയണ മന്ത്രം പറഞ്ഞ് അമ്മയും മകനെയും കൂടെ പിണക്കരുത്.
നീ ഭർത്താവിനെ നല്ല വഴിക്ക് സ്നേഹം കൊടുക്കണം ഒരുപാട്. അപ്പോൾ ആ വഴിക്ക് അമ്മയെ സ്നേഹിക്കണം. അവൻ്റെ അമ്മ നിൻ്റെ അമ്മയാണ്, ഓമനെ ആണെന്ന് നീ കരുതണം. കരുതി അതേപോലെ ചെയ്യുമ്പോൾ നമുക്കൊക്കെ തിരിച്ച് കിട്ടും എന്ന് പറയും. അപ്പോൾ അവൾ അതേപോലെ എനിക്ക് സങ്കടം ഉണ്ടാവും. പക്ഷെ വീണ്ടും അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബന്ധമാണ്. അവൻ കള്ളുകുടിയനാണ്, ഭാര്യ അംഗീകരിക്കുന്നില്ല, എന്ത് പറഞ്ഞാലും കുറ്റം പറയുക, അവളെ ദേഹോപദ്രവം ചെയ്യുക, അങ്ങനെയുള്ളൊരു ഒരുത്തനാണെങ്കിൽ ഞാൻ പറയും പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ മക്കളെ, നീ വാ നോക്കുള്ള കഞ്ഞി കുടിച്ച് കളിക്കാൻ. ഇങ്ങനെ രണ്ട് രീതിയിലും വരാം. അതെ. അപ്പം ഇത്രയും നേരം അമ്മയുടെ എന്താ പറയുക ചെറുപ്പകാലത്ത് വളരെ സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെയുള്ള ഒരു ലൈഫും കാര്യങ്ങളും എല്ലാം എന്താ പറയാനായിട്ട് ഇത് പലരും എനിക്ക് തോന്നുന്നു ഇത് കണ്ടു വേണം പലരും. എന്നുവെച്ചാൽ ഒരു നേട്ടം ഉണ്ടാകുമ്പോഴത്തേക്കും അമ്മ പറഞ്ഞ പോലെ തന്നെ പിന്നിലേക്കും കൂടെ നോക്കണം. നമ്മൾ ഏത് വഴിയാണ് കടന്നു വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതുവരെ എത്തിച്ചേർന്നതെന്നും കൂടെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു ഓണക്കാലത്ത് നമ്മളെ യോഗനാഥൻ ടിവിയുടെ പ്രേക്ഷകർക്ക് അമ്മയുടെ ഒരു ഓണപ്പാട്ട് എനിക്ക് എന്തെങ്കിലും അറിയുന്ന പറയണം. കാരണം ഞാനിപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുമല്ലേ, നമ്മൾ ലൈവായിട്ട് പോണ ഒരു പ്രോഗ്രാം. ഇപ്പം ഇതിനിടയ്ക്ക് നമ്മളൊന്ന് നോക്കാനോ പാട്ട് നോക്കാനോ ഒന്നുമില്ല. ഞാൻ ഓണക്കാലത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങൾ കുഞ്ഞുനാളിൽ ഓണം കഷ്ടതയായിരുന്നെങ്കിലും പിന്നെ ഉള്ള ഓണങ്ങളൊക്കെ ഒരുപാട് ആഘോഷിച്ചു. നല്ല ഓണമായിരുന്നു. കഴിഞ്ഞ 4 കൊല്ലത്തെ ഓണം കഷ്ടതയിലായിരുന്നില്ലേ, കൊറോണയും. എത്രയോ കലാകാരന്മാരും കലാകാരികളും നമ്മെ വിട്ടുപോയി. അവരെയൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നു. ആ ദുഃഖത്തിലും നമുക്ക് ഉണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് മറന്നിട്ട് ഒരു പുതിയ ഈ നിങ്ങളുടെ ചാനലിന് വേണ്ടി ഞാൻ നാടകത്തിൻ്റെ 2 വരി പാടാം. മാരിവില്ലിൻ തേൻ മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ, നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, തേൻമഴ തൂകാൻ ഉൾക്കുളിർ പാകാൻ നീ വരില്ലേ, നീ വരില്ലേ നീ. കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമുകിലെങ്ങോ പറന്നു, അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്ന മഴവില്ലിൻ മാഞ്ഞില്ലല്ല. ഓണപ്പാട്ടിന്റെ എനിക്കറിയില്ല. ഒരു ഇല്ലേ തിരുവാവണിരാവ് അങ്ങനെ ഒരു പാട്ട്, അങ്ങനെ ഒരു പാട്ടുണ്ട്. പക്ഷെ അറിയത്തില്ല, 2 വരി അറിയാം. എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് കേട്ടോ. നമ്മുടെ യോഗനാഥം TV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം എൻ്റെ സുഖവും ദുഃഖവും നിങ്ങളോട് ഈ ഓണക്കാലത്ത് പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, സ്നേഹം, നമസ്കാരം. താങ്ക് യു അമ്മ.